ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഫാമിലി വ്ളോഗാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇന്ന് ഞങ്ങൾ നെസ്റ്റോയിൽ പോകുന്നുണ്ട്. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ അൽത്താഫ് വന്നതിന് ശേഷം പോകാമെന്ന് കരുതി. പിന്നെ വേറെ ഒന്നുമല്ല, നമുക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫാമിലിയായിട്ട് എല്ലാവരോടും കൂടെ പോയിട്ട് നെസ്റ്റോന്ന് എന്തെങ്കിലുമൊക്കെ അത് കഴിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ദിവസമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെബി കോഴിക്കോടായിരുന്നു, നമ്മളെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിഷയും വന്നു, നിഷ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നാലും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്ത ദിവസം ഇന്നായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ തിരൂർ നെസ്റ്റോയിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വണ്ടിയായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഞാനും നിഷയും അയാൻ മോനും ബൈക്കിൽ വന്നു. അൽത്താഫ് ഉമ്മയും ഇപ്പയും മക്കളും കൂടെ ഇതേ ഓട്ടോറിക്ഷയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാക്കാനെ വിളിച്ചപ്പോൾ കാക്കയില്ല, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കാക്കുള്ള ഫുഡ് കൊടുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അത് ഡിക്കിലായിട്ട് ഇരിക്കുന്നത്. ജയമോൾക്കും ഐസിൻ മോൻക്കും ഇതേ എപ്പോൾ നമ്മൾ വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇതേ ബാക്ക് സൈഡിൽ ഇറങ്ങിയിരിക്കണം, അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ അവർ രണ്ടാൾ അതിൽ ഇരുന്നിട്ട് ഞങ്ങൾ വരുന്ന നോക്കി ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. നെസ്റ്റോയിൽ എത്തുന്ന മുന്നേ തന്നെ മക്കൾ ചെരുപ്പൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വണ്ടിന്ന് അവരെ കാലിലിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബേബിക്ക്, അതായത് നമ്മുടെ ലെമമോളെ പേര് പെട്ടെന്ന് കിട്ടൂല കേട്ടോ. അവൾ നമുക്ക് ഫീഡിങ് ബോട്ടിൽ കുറച്ച് പാല് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഇനി കരയണമെന്ന് കരുതി അതൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളിതേ ഉള്ളിലോട്ട് കയറി നമ്മൾ ബാക്ക് സൈഡ് കൂടെ ഇട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ട്രോളിയൊക്കെ എടുത്തു. ഇതേ നമ്മളെ മക്കളൊക്കെ നമ്മൾ ആദ്യം ട്രോളിയിൽ കയറ്റി. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല അവർ ചെയ്യുന്നത്, നമ്മൾ ഒന്നെടുക്കുമ്പോൾ ഒരു വേറൊന്ന് പോയിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ ആദ്യം ട്രോളിയിൽ കയറ്റിട്ടോ. ഇപ്പോഴാണെങ്കിൽ എമ്മി മോൾക്ക് ഭയങ്കര സങ്കടം, ഇനി ഇരുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോൾ 3 പേര് ഇരുത്തുക എന്നുള്ളത് തന്നെ ടാസ്ക്കാണ്. കാരണം അതെന്തി പോകാൻ പറ്റില്ല. ഞാനൊരു ദിശയിലേക്ക് അതൊന്നുമ്പോൾ അത് വേറൊരു ദിശയിലോട്ടാണ് പോയിരുന്നത്. അങ്ങനെ അതിൻ്റെ യാൻമോനും ചെറുങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിലൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നെസ്റ്റോൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കറങ്ങാൻ കേട്ടോ കുട്ടികളായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ നെസ്റ്റോയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ എല്ലാ ഭാഗങ്ങളൊന്നും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കുറച്ച് സെക്ഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കി, പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു രസമല്ലേ വീഡിയോ എടുക്കില്ല എന്ന് കരുതി നമ്മളതൊക്കെ അങ്ങ് എടുത്തു നോക്കി. അപ്പോൾ ലൈസ്മോൻ വല്ല ഫ്രീ ബേഡായിട്ട് നടക്കുകയായിരുന്നു. ആൾ പിടിക്കാനോ എടുക്കാനോ പാടില്ല. ആൾക്കിങ്ങനെ ഇവിടെ ഓടി ചാടി കളിക്കണം. ആൾ നടത്തം തുടങ്ങിയതുകൊണ്ട് തന്നെ ആൾ എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല, നടന്നുകൊണ്ട് നിൽക്കണം. പക്ഷെ നമുക്ക് ഒരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണമല്ലോ. ഓനക്കാണെങ്കിൽ ഒരു ഇതില്ലാണ്ട് നടത്തുമായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിത് സാധനങ്ങളൊക്കെ ബില്ലിടാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അതേ ബില്ലിട്ട് കഴിഞ്ഞു കേട്ടോ. അതിനവനതേ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോരോ പാക്കാക്കി തരായിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ വേറൊരു കൗണ്ടറിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് ടോക്കൺ മേടിക്കണം. എന്നിട്ടേ നമുക്ക് ഇനി അകത്തോട്ട് കയറാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ മേടിച്ച സാധനമൊക്കെ നമ്മൾ വേറൊരു ട്രോളിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബൈക്ക് വെച്ചത് നമ്മൾ പുറത്തോട്ട് കിടക്കുമ്പോൾ ഈ ഒരു ട്രോളിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇനി നമ്മൾ അത് ചേഞ്ച് ചെയ്ത ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോയി. അവിടെ പോയതിന് ശേഷം നമ്മൾ അവരെ അടുത്ത് കൊടുത്തു. അവരൊരു കീ അല്ല, ഒരു നമ്പർ തന്നു. അത് കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളതേ അവരെ ഏൽപ്പിച്ചതിന് ശേഷം നേരെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് നടന്നു പോയി. ആദ്യമൊക്കെ ഫുഡ് കോർട്ട് മേലായിരുന്നു, ഇപ്പോൾ സെയിം ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് എൻറ്റ് ഭാഗത്തുനിന്നേ ഉള്ളൂ. ഒരുപാട് മീൻ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഫിഷ് ചിക്കൻ ഐറ്റംസ്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും അതിൻ്റെ പൊരിക്കടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല, ബ്രോസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ ഒരു സെക്ഷനിലോട്ട് പോയിട്ടോ. അത്യാവശ്യം അവിടെ നല്ല തിരക്കാണ്. എങ്കിലും നമ്മൾ 2 ബ്രോസ്റ്റ് ഫുള്ള് മേടിച്ചു. ഒരു ഫുള്ളിന് 300 രൂപ വരുന്നുള്ളൂ. അങ്ങനെ 2 ഫുള്ള് നമ്മൾ മേടിച്ചു. കാരണം നമ്മൾ എല്ലാവരും ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കുള്ള സാധനങ്ങൾ അവർ തന്നു. ഇനി നമ്മൾ നേരെ സീറ്റിംഗ് ഏരിയയിലോട്ട് പോകണം. അതിന് മുന്നേ അവിടെ ഒരു ഫ്രണ്ടിലൊരു കൗണ്ടർ ഉണ്ട്. ഇത് അവിടെ ഏൽപ്പിച്ചിട്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഉള്ളിലോട്ട് സാധനം തരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അൽത്താഫിനെ ഏൽപ്പിച്ചതിന് ശേഷം നേരെ നമ്മൾ ഉള്ളിലോട്ട് പോയി അവിടെ ഇരുന്നു. കാരണം അത്രയും നേരം നിൽക്കുക എന്നുള്ളത് മക്കളായിട്ട് കുറച്ച് ടാസ്ക്കായിരുന്നു. അങ്ങനെ നമ്മളവിടെ പോയി അൽത്താഫിനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ഞാനും ഉപ്പയും ഐസിനും നിഷയും എമിമോളും കൂടെ ഒരു ചെയറിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹൈസിനും ലായിസും ഭയങ്കര കരച്ചിൽ കുസൃതിയൊക്കെ ആയിരുന്നു. ഉമ്മയും ഫെബിയും അൽത്താഫും ജയമോളും അയാനൊക്കെ അപ്പുറത്തെ സീറ്റിൽ, നമ്മൾ നേരെ ഓപ്പോസിറ്റിനുണ്ടായിരുന്നു കേട്ടോ. ഒടുവിൽ നമ്മൾ ഫുഡ് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. കാരണം നിഷൻ്റെ കയ്യിൽ ലായിസ് മോൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ അൺബോക്സ് ചെയ്തു. അപ്പോൾ അത് ബോക്സ് പൊട്ടിച്ചപ്പോൾ അതേ 3 പീസ് കുബൂസാട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണയൊക്കെ വാങ്ങിക്കാമെങ്കിൽ 3 കുബൂസ് ഉണ്ടാവും. ഇത് 3 പീസേ ഉള്ളൂ, 3 എണ്ണമല്ല, 3 പീസ് കുബൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അത്യാവശ്യം ഒരു 10-12-13 പീസോളം എന്താ പറയുക നമ്മുടെ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കരുതി ചെറുതാവുന്നു, പക്ഷെ അത്യാവശ്യം വലുതൊക്കെ തന്നെയാണ്. പിന്നെ മയോണൈസ് ആണെങ്കിലും കെച്ചപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിത്ത് നോർമൽ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു, അതൊക്കെ തുറന്നു നമ്മൾ എല്ലാവർക്കും വെച്ച് കൊടുത്തു. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഹൈസ്മോൻക്കാണെങ്കിൽ അപ്പം വേണമെന്നായിരുന്നു, പക്ഷെ കഴിക്കൂല. പക്ഷെ വെറുതെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് എന്നാലും അവൻ്റെ പ്ലേറ്റിൽ നമ്മൾ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന, അതായത് ബാലൻസ് വന്നതല്ല, നമ്മൾ കാക്ക് വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. കാക്ക നമ്മളെ കൂടെ വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാക്കും കൂടെ കണക്കാക്കിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവിടുന്ന് അവർ വീണ്ടും നമുക്ക് പൊതിഞ്ഞ് തന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ അവിടെ പോയി മേടിക്കണം, എന്നിട്ട് വേണം തിരിച്ച് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. അങ്ങനത്തെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. നേരെ നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ലിഫ്റ്റിൽ. അവരൊക്കെ അവിടെ ഇറങ്ങി. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി ലിഫ്റ്റിൽ പോയി. മകൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ലിഫ്റ്റിൽ. എന്നാലും നമ്മളതിൽ കയറി പിന്നെ അങ്ങനെ നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട്. മോളാണെങ്കിൽ ഭയങ്കര ഓട്ടമായിരുന്നു. ഓൾക്കാണെങ്കിൽ ഒരു പേടിയില്ല, കൂടെ നമുക്കാ പേടിയുള്ളത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു നേരെ നമ്മൾ വണ്ടിയിലോട്ട് പോവുകയാണ്. ഇനി ഇതേപോലെ സാധനങ്ങളൊക്കെ നമ്മൾ ഓട്ടോറിക്ഷേൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. മക്കളൊക്കെ ട്രോളിയിൽ നിന്ന് ഇറക്കി. മക്കൾക്കാണെങ്കിൽ ട്രോളിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അവർക്ക് അതിലാണ് ഉന്തി പോകുമ്പോൾ രസമാണല്ലോ. അങ്ങനെ മക്കളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി നേരെ ഞങ്ങൾ ബൈക്കിൻ്റെ അടുത്ത് പോവുകയാണ്. കാരണം നമ്മൾ മക്കൾ കാണാനും പാടില്ല. കാരണം ബൈക്കും എല്ലാവർക്കും കൂടെ രാത്രി യാത്ര ചെയ്യാനും പറ്റില്ല. കാരണം ജലദോഷം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ നമ്മൾ മക്കളെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ വണ്ടിയിൽ തന്നെ കയറ്റി നേരെ ഞങ്ങൾ മക്കളെ കാണാണ്ടതേ നമ്മൾ ബൈക്കിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ നമ്മൾ യാത്ര വീട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ അവർ ഓട്ടോറിക്ഷയിൽ വീട്ടിലോട്ട് നേരത്തെ കാലത്തല്ല, കുറച്ച് സ്പീഡിൽ പോയിട്ട് നമ്മൾ ബാക്കിൽ വന്നത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഓക്കെ, ബൈ, സീ യു.